ഇപ്പോൾ വീണ വിജയനും എക്സോലോജി കമ്പനിക്കും എതിരായി നീങ്ങുന്ന കേസിന്റെ പിന്നിൽ ഹൈന്ദവ സംഘടന നേതാവാണ് എന്നൊരു വലിയ സംശയം ബലപ്പെട്ടു വരുന്നു. അമിത്ഷായും നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമുള്ള പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന ഹിന്ദു നേതാവാണ്, ഹൈന്ദവ സംഘടനാ നേതാവാണ് ഇങ്ങനെ ഒരു കേസിന്റെ പിന്നിൽ. കാരണം ഇങ്ങനെ ഒരു മാസപ്പടി വിവാദത്തിനെ കുറിച്ച് ആദ്യമായി പറഞ്ഞൊരു വ്യക്തി ഈ പ്രതീഷ് വിശ്വനാഥനായിരുന്നു. JDT ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റി, ഐഡിയൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി, റിംസ് ഫൗണ്ടേഷൻ, സാന്റോ മോണിക്കോ സ്റ്റഡി അബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡ്, അനന്തപുരി എഡ്യൂക്കേഷൻ സൊസൈറ്റി തുടങ്ങിയ അനവധി കമ്പനികൾ അല്ലെങ്കിൽ അനവധി സ്ഥാപനങ്ങൾ ഈ വീണ വിജയന് മാസപ്പടി നൽകിയിരുന്നു എന്നൊരു വലിയ പ്രസ്താവന മുൻപ് നൽകിയതും പ്രതീഷ് വിശ്വനാഥനായിരുന്നു. അതിന് ചുവട് പിടിച്ചായിരുന്നു മുൻപോട്ട് നീങ്ങിയത്. സ്വാഭാവികമായും മാധ്യമങ്ങളിലൊക്കെ മാത്യു കുഴൽനാടനെയും ഒപ്പം തന്നെ ഷോൺ ജോർജിനെയും ഒക്കെ ചേർത്ത് വെക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കപ്പെടേണ്ട മറ്റൊരു പേര് തന്നെയാണ് പ്രതീഷ് വിശ്വനാഥൻ എന്നാണ് CPM കരുതുന്നത്. ഇപ്പോൾ ഈ അന്വേഷണം കേന്ദ്ര ഏജൻസിയായ SFIOയിൽ എത്തി നിൽക്കുന്നതിന് പിന്നിലും പ്രതീഷ് വിശ്വനാഥൻ ആണ് എന്ന് CPM കരുതുന്നു. നമുക്കറിയാം, ഈ അടുത്ത സമയത്ത് PC ജോർജിനെയും ഷോൺ ജോർജിനെയും BJPയിൽ എത്തിച്ചതും ദില്ലിയിൽ ഇവരോടൊപ്പം ഉണ്ടായിരുന്നതും പ്രതീഷ് വിശ്വനാഥനായിരുന്നു. കാരണം ഈ ഷോൺ ജോർജിൻ്റെയും ഈ PC ജോർജിൻ്റെയും പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു ഈ കമ്പനികൾക്കെതിരെ മാസപ്പടി വിവാദം കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുള്ളത്. അതിനുള്ള ചരട് വലിച്ചതും പ്രതീഷ് വിശ്വനാഥനാണ് എന്ന് തന്നെ CPM കരുതുന്നു. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ട് ഈ അന്വേഷണം മുൻപോട്ട് പോകുന്നു, അതിൻ്റെ പിന്നിൽ ശക്തമായി തന്നെ ഒരാൾ നിലനിൽക്കുന്നു, അത് ഈ പ്രതീഷ് വിശ്വനാഥനാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ CPM വൃത്തങ്ങൾ കരുതുന്നത്. നേരത്തെ പറഞ്ഞ കമ്പനികളൊക്കെ ഈ KMRനെ കൂടാതെ മാസപ്പടി നൽകിയ സ്ഥാപനങ്ങളാണ്. അത് ആ രീതിയിലാണ് ഇപ്പോൾ കേസ് മുൻപോട്ട് പോകുന്നത്. ഏതായാലും ഇതിൽ നിന്ന് കൂടുതൽ കുരുക്കുകളിലേക്ക് കേസ് നീങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.